അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിനാണ് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയത്. UN സുരക്ഷാ കൗൺസിൽ യാത്രയ്ക്കായി ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ സന്ദർശനത്തിന് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി എത്തിയത്. 2021 അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഒരു ഉന്നത താലിബാൻ നേതാവ് ആദ്യമായാണ് ഇന്ത്യയിലെത്തുന്നത്. ആമിർ ഖാൻ മുത്തഖിയുടെ സന്ദർശനം നിർണായകമാണെന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞത്. ചർച്ചകളിൽ സുപ്രധാന തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാബൂളിൽ പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ മിഷനെ ഇന്ത്യ എംബസിയായി ഉയർത്തും. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് എംബസി പദവി പുനഃസ്ഥാപിക്കുന്നത്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി ഉണ്ടായിരുന്നു. താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തി ഒരു വർഷത്തിന് ശേഷം 2022 ഇന്ത്യ അവിടെ ടെക്നിക്കൽ മിഷൻ സ്ഥാപിച്ചത്. അന്താരാഷ്ട്ര അംഗീകാരത്തിനായി തുടർച്ചയായി താലിബാൻ ശ്രമം നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായാണ് വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനം. അതിനാൽ അഫ്ഗാനിസ്ഥാനിൽ എംബസി തുടങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം അഫ്ഗാൻ സർക്കാരിന് വലിയ നേട്ടമാണ്. അഫ്ഗാനിസ്ഥാനിൽ അടുത്തിടെയുണ്ടായ ഭൂകമ്പത്തിൽ ആദ്യ സഹായം എത്തിച്ചത് ഇന്ത്യയായിരുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വിമാന സർവീസുകൾ തുടങ്ങാനും തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, അഫ്ഗാനിൽ ഖനന പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്ക് കൂടുതൽ അവസരം നൽകാനും ധാരണയായി. അതിനിടെ അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ കഴിഞ്ഞ ദിവസം സ്ഫോടനമുണ്ടായി. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമസേന ആക്രമണം നടത്തിയിരുന്നു. പിന്നാലെയാണ് കാബൂളിലും സ്ഫോടനമുണ്ടായത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അടുത്തിടെ അഫ്ഗാനിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അഫ്ഗാൻ മണ്ണ് പാകിസ്ഥാൻ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നാണ് ഖ്വാജ ആസിഫ് ആരോപിച്ചത്. ഇത് തുടർന്നാൽ പാകിസ്ഥാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. TDPക്ക് അഫ്ഗാനിസ്ഥാൻ സുരക്ഷിത താവളങ്ങൾ ഒരുക്കുന്നുവെന്നും ആസിഫ് വിമർശിച്ചിരുന്നു. താലിബാന്റെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നതിനിടെ തന്നെയാണ് പാകിസ്ഥാൻ അഫ്ഗാൻ തലസ്ഥാനത്തെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയത്. ഇന്ത്യയും പാകിസ്ഥാനും അടുക്കുന്നത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. മാത്രമല്ല, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഭിന്നത വർദ്ധിച്ചു വരികയുമാണ്. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് വിശ്വസ്തതയും പാകിസ്ഥാനോട് ശത്രുതയും പുലർത്തുന്നുവെന്ന് ഖ്വാജ ആസിഫ് തുറന്നടിക്കുകയും ചെയ്തിരുന്നു. അഫ്ഗാനികൾ എല്ലായ്പ്പോഴും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു, പാകിസ്ഥാനെതിരെ നിലകൊള്ളുന്നു, പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്ഫോടനങ്ങളെക്കുറിച്ച് അഫ്ഗാൻ സർക്കാർ അന്വേഷണം നടത്തുകയാണ്. സ്ഫോടനത്തിൽ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. TDP മേധാവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. എന്നാൽ അഫ്ഗാൻ മാധ്യമങ്ങൾ ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. അഫ്ഗാൻ വ്യാപാര വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്കൊപ്പം വെള്ളിയാഴ്ച ഡൽഹിയിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി മുത്തഖി ചർച്ച നടത്തി. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അടുത്ത സഹകരണം ഇന്ത്യയുടെ ദേശീയ വികസനത്തിനും പ്രാദേശിക സ്ഥിരതയ്ക്കും പ്രതിരോധശേഷിക്കും സംഭാവന നൽകുമെന്ന് ജയശങ്കർ പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം, പ്രാദേശിക സമഗ്രത, സ്വാതന്ത്ര്യം എന്നിവയോട് ഇന്ത്യക്ക് പൂർണ്ണ പ്രതിബദ്ധതയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുത്തഖി ഇന്ത്യയെ അടുത്ത സുഹൃത്തെന്നാണ് വിശേഷിപ്പിച്ചത്. തന്റെ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുമെന്നും മുത്തഖി പറഞ്ഞു. അഫ്ഗാൻ പ്രതിനിധി സംഘം ഇന്ത്യയിലെ വാണിജ്യ പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തും.